Hi dear students of S3 Civil, welcome back to the class of Mechanics of Solids. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ തെർമൽ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നപ്പം തെർമൽ സ്ട്രെസ് റിലേറ്റഡ് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. A steel rod of 3 cm enclosed centrally in a circular copper tube of external diameter 5 cm and internal diameter 4 cm. The composite bar is then subjected to an axial pull of 45,000 Newton. If the length of the bar is 15 cm, determine first one the stresses in the rod and tube, and second one the load carried by each bar. The modulus of elasticity for steel is given as 2.1 into 10 raised to 5 Newton per mm square, and that for Young's copper is given as its Young's modulus is given as 1.1 into 10 raised to 5 Newton per mm square. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു സ്റ്റീൽ റോഡ് 3 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സ്റ്റീൽ റോഡ് ഒരു ഹോളോ കോപ്പർ ട്യൂബിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഹോളോ കോപ്പർ ട്യൂബിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ 5 സെൻറ്റിമീറ്ററും ഇൻറ്റേർണൽ ഡയമീറ്റർ 4 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ബാർ കോമ്പോസിറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. രണ്ട് മെറ്റീരിയൽ ഉണ്ട്, സ്റ്റീലും കോപ്പറും. ഈ ടോട്ടൽ കോമ്പോസിറ്റ് ബാറിനെ ഒരു ആക്സിയൽ പുള്ള് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആക്സിയൽ പുള്ളിൻ്റെ മാഗ്നിറ്റ്യൂഡ് 45,000 ന്യൂട്ടൺ. ഈ ബാറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാറിലും ഉള്ള സ്റ്റീൽ റോഡിലും കോപ്പർ ട്യൂബിലും ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രെസ് ഡിറ്റർമൈൻ ചെയ്യാനും ഈ ബാറിൻ്റെ ഓരോ പാർട്ട്, അതായത് സ്റ്റീൽ പോർഷനും കോപ്പർ പോർഷനും ക്യാരി ഓവർ ചെയ്യുന്ന ലോഡ് ഡിറ്റർമൈൻ ചെയ്യാനുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഫിഗറിൽ ക്ലിയർ ആയിട്ട് എൻ്റെ ലെങ്ത് കാണിച്ചിട്ടുണ്ട്, 15 സെൻറ്റിമീറ്റർ. അതുപോലെ ഓരോന്നിൻ്റെയും ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്, ഇൻറ്റേർണലും എക്സ്റ്റേണലും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കോപ്പർ ട്യൂബിൻ്റെ നടുക്കുള്ള മെറ്റീരിയലാണ് സ്റ്റീൽ റോഡ്. അത് ഹോളോ കോപ്പർ ട്യൂബിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകാം. നമ്മുടെ ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ്? ഡയമീറ്റർ ഓഫ് സ്റ്റീൽ റോഡ് തന്നിട്ടുണ്ട്, which is equal to 3 cm, that is equal to 30 mm. ഇനി ഡയമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് കോപ്പർ ട്യൂബ് തന്നിട്ടുണ്ട്, which is 5 cm. Let the external diameter as D1C, which is equal to 50 mm. അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് നമ്മുടെ കോപ്പർ ട്യൂബിൻ്റെ, which is 4 cm. So let it be as D2C, which is equal to 40 mm. ഇനി നമ്മുടെ എക്സ്റ്റേണൽ ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 45,000 ന്യൂട്ടൺ. അതേപോലെ തന്നെ നമ്മുടെ കോമ്പോസിറ്റ് ബാറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു 150 mm. നമ്മുടെ യങ്സ് മോഡുലസ് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ലെറ്റ് ദ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ആസ് ES, വിച്ച് ഇസ് ഈക്വൽ ടു 2.1 into 10 raised to 5 Newton per mm square, ആൻഡ് കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് EC എന്നെടുക്കുക, that is equal to 1.1 into 10 raised to 5 Newton per mm square. ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡാറ്റ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ സ്റ്റീൽ റോഡിൻ്റെയും കോപ്പർ ട്യൂബിൻ്റെയും ഏരിയാസ് കണ്ടുപിടിക്കാം. സോ therefore the area of steel tube, let it be as AS എന്ന് വിളിക്കുക. സോ AS can be equated as AS equal to pi by 4 ds square. നമുക്ക് dsൻ്റെ വാല്യൂ അറിയാം. സോ it is equal to pi by 4 into ds ൻ്റെ വാല്യൂ 30 millimeter ആണ്, which is equal to 706.86 millimeter square. Similarly നമുക്ക് കോപ്പർ ട്യൂബിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. നമുക്ക് D1Cൻ്റെ വാല്യൂ അറിയാം, അതായത് എക്സ്റ്റേണൽ ഡയമീറ്റർ 50 സ്ക്വയർ, ഇൻറ്റേർണൽ ഡയമീറ്റർ 40 ആണ്. So D2C square 40 square, which is also equal to 706.86 mm square. So we have calculated the area of steel rod AS is equal to 706.86 millimeter square, and area of the copper tube AC is equal to 706.86 mm square. Now let us consider the stress in steel rod as sigma s
and the load carried by steel rod as PS, and let the stress in copper tube as sigma C and load carried by the copper tube as PC, and let epsilon S as the strain produced in steel rod and epsilon C as the strain produced in copper rod. ഇങ്ങനെ കൺസിഡർ ചെയ്യുക. നമ്മൾ സ്റ്റീലിൻ്റെ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സിനെ സിഗ്മ എസ് എന്നും ലോഡിനെ പി എസ് എന്നും സ്ട്രെയിനിനെ എപ്സിലോൺ എസ് എന്നും സപ്പോസ് ചെയ്യുക. അതേപോലെ തന്നെ കോപ്പർ ട്യൂബിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സിനെ സിഗ്മ സി എന്നും അത് ക്യാരി ചെയ്യുന്ന ലോഡ് പി സി എന്നും അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിനിനെ എപ്സിലോൺ സി എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോമ്പോസിറ്റ് ബാറിൻ്റെ കോൺസെപ്റ്റ് അറിയാം. സ്ട്രെയിൻ ഇൻ both the materials are considered as equal. So now strain in steel will be equal to strain in copper. സ്ട്രെയിനെ നമുക്ക് സ്റ്റീലിൻ്റെ സ്ട്രെയിനിനെ നമ്മൾ എപ്സിലോൺ എസ് വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ കോപ്പർ. സ്ട്രെയിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതാം അല്ലേ. സിഗ്മ എസ് ബൈ എസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ സി ബൈ ഇ സി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ എസിനെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇ എസ് ബൈ ഇ സി ഇൻറ്റു സിഗ്മ സി അല്ലേ. നമുക്ക് ഇ എസിൻ്റെ വാല്യൂ അറിയാം 2.1 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ ഇ സി 1.1 ഇൻറ്റു 10⁵ ഇൻറ്റു സിഗ്മ സിൻ്റെ വാല്യൂ അറിയോ? ഇല്ല, സിഗ്മ സി. സോ നമുക്ക് സിഗ്മ എസിനെ സിഗ്മ ടീൻ്റെ ടേംസിൽ സിഗ്മ സിൻ്റെ ടേംസിൽ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1.909 സിഗ്മ സി. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമുക്ക് സിഗ്മ എസും സിഗ്മ സിയും രണ്ട് അൺനോൺസ് ആണ് ഉള്ളത്. അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് കൺസെപ്റ്റിനെ ഇക്വേറ്റ് ചെയ്തിട്ടാണ്? ഫോർ എ കോമ്പോസിറ്റ് ബാർ the stress in the different materials will be equal to 0. Now the strain in the different materials is equal to 0. Here the strain in the steel will be equal to strain in copper. Therefore strain can be equated in terms of stress. Stress in the terms la nammal equate cheyidu. Appo namukku steel le stress ne copper ന്റെ stress ന്റെ terms la ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് സിഗ്മ എസ് ഈസ് ഈക്വൽ ടു 1.909 സിഗ്മ സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത നമുക്കറിയാം ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ലോഡ്സ് ക്യാരിഡ് ബൈ ദ ബാർ എന്നറിയാം. സോ ദ ടോട്ടൽ ലോഡ് പി ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. ഇവിടെ P1ഉം P2 എന്താണ്? P1ഉം P2നെ നമ്മൾ പി എസ് എന്നും പി സി എന്നുമാണ് വിളിച്ചിരിക്കുന്നത്. സോ പി എസ് ആൻഡ് പി സി. സോ ദ ടോട്ടൽ ലോഡ് പി ഈസ് ഈക്വൽ ടു ദ ലോഡ് ക്യാരിഡ് ബൈ സ്റ്റീൽ റോഡ് പ്ലസ് ദ ലോഡ് ക്യാരിഡ് ബൈ കോപ്പർ ട്യൂബ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ലോഡ് ഈസ് ഈക്വൽ ടു, ലോഡിനെ നമുക്ക് സ്ട്രെസ്സിൻ്റെ ഏരിയയുടെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലോഡ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണെന്നറിയാം. കാരണം എന്താ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. സോ ലോഡ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. നൗ സ്റ്റീലിൻ്റെ ലോഡിനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? പി എസ് ഈസ് ഈക്വൽ ടു സിഗ്മ എസ് ഇൻറ്റു എ എസ്. ആൻഡ് കോപ്പറിൻ്റെ എങ്ങനെ എഴുതാം? പി സി ഈസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ സി. ദെർഫോർ ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു സ്റ്റീലിൻ്റെ ലോഡ് പ്ലസ് കോപ്പറിൻ്റെ ലോഡ്. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എ സി. നമുക്ക് സിഗ്മ എസിനെ സിഗ്മ സിൻ്റെ ടേംസിൽ അറിയാം 1.909 സിഗ്മ സി ഇൻറ്റു എ എസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 706.86 സിഗ്മ സി ആയിട്ട് തന്നെ എഴുതുക ഇൻറ്റു 706.86 അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡും അറിയാം. ടോട്ടൽ ലോഡ് ഈസ് ഗിവൺ ആസ് 45,000. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2056.25 സിഗ്മ സി. Therefore ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ സി കണ്ടുപിടിക്കാം. സിഗ്മ സി ഈസ് ഈക്വൽ ടു 21.88 ന്യൂട്ടൺ പെർ mm² എന്ന് നമുക്ക്
കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. നമുക്ക് സിഗ്മ സി കിട്ടി. ഇനി സിഗ്മ സിയിൽ നിന്ന് നമുക്ക് സിഗ്മ എസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ സിഗ്മ സി കിട്ടി. ഇനി സിഗ്മ എസ് കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് സിഗ്മ സി we will get sigma s as 1.909 sigma c ആണെന്ന് അറിയാം, which can be written as 1.909 into നമുക്ക് സിഗ്മ സിൻ്റെ വാല്യൂ 21.88 കിട്ടി. Therefore sigma s is obtained as 41.77 Newton per mm square. നമുക്കപ്പോൾ സിഗ്മ സി is equal to 21.88 Newton per mm square എന്നും സിഗ്മ എസ് is equal to 41.77 Newton per mm square എന്നും കിട്ടി. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ കോപ്പർ ട്യൂബ് ആൻഡ് സ്റ്റീൽ റോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് ഓവർ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ലോഡ് ക്യാരിഡ് ബൈ ദ ഇൻഡിവിജ്വൽ ബാർസ്. ഇവിടെ നമുക്ക് ലോഡ് ക്യാരിഡ് ബൈ സ്റ്റീൽ റോഡും ലോഡ് ക്യാരിഡ് ബൈ കോപ്പർ ട്യൂബുമാണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ദ ലോഡ് ക്യാരിഡ് ബൈ സ്റ്റീൽ റോഡ് ആസ് പി എസ് ആൻഡ് ലോഡ് ക്യാരിഡ് ബൈ കോപ്പർ ട്യൂബ് ആസ് പി സി. പി എസ് നമുക്കറിയാം, ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആൻഡ് ഏരിയ ദ ലോഡ് ക്യാൻ ബി ഇക്വേറ്റഡ് ആസ് സ്ട്രെസ് ഇൻ ടു ഏരിയ. നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ അറിയാം. പി എസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സിഗ്മ എസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ട്രെസ്സിൻ്റെ വാല്യൂ 41.77 ഇൻറ്റു എ എസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 706.86 വിച്ച് ഈസ് ഈക്വൽ ടു 295 ന്യൂട്ടൺ. ഇതേപോലെ തന്നെ നമ്മൾ സിഗ്മ സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 21.88 ഇൻറ്റു എ സി അറിയാം 706.86 വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 15474.5 ന്യൂട്ടൺ. സോ നമ്മുടെ ലോഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 29.53 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് വിളിക്കാം. ഇതിനെ 15.47 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് വിളിക്കാം. സോ നമ്മുടെ സ്റ്റീൽ റോഡിലുള്ള ലോഡ് നമ്മൾ കണ്ടുപിടിച്ചു 29.53 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ആൻഡ് കോപ്പർ ട്യൂബിലുള്ള ലോഡ് നമ്മൾ കണ്ടുപിടിച്ചു 15.47 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. സോ ദാറ്റ്സ് ഓൾ. നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ബോത്ത് ദ ബാർസ് അത് നമ്മൾ കണ്ടുപിടിച്ചു. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ സ്റ്റീൽ ആസ് 41.77 and stress induced in copper as 21.88 Newton per mm square. Similarly, second part load carry ചെയ്യുന്ന കണ്ടുപിടിക്കാനായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റീലിൽ ക്യാരി ചെയ്യുന്ന ലോഡ് 29.53 ഇൻറ്റു 10⁻³ ന്യൂട്ടണും അതുപോലെ കോപ്പറിൽ ക്യാരി ചെയ്യുന്ന ലോഡ് 15.47 ഇൻറ്റു 10⁻³ ന്യൂട്ടണുമാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.